ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് നമ്മൾ കാണാറുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ആ വ്യക്തിക്ക് അറിയാവുന്നത് അവരുടെ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ല, ഹെൽത്തി അല്ല, എവിടെയോ അവർ പെട്ടിരിക്കുന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാവും. പക്ഷേ എന്നാൽ അതിൽ നിന്ന് അവർക്ക് ഇറങ്ങാനും സാധിക്കുന്നില്ല. അവരെക്കൊണ്ട് സാധിക്കുന്ന അത്രയും കാലം അവരതിനകത്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ കംപ്ലീറ്റ്ലി ഒരു സ്റ്റക്ക് ഫീലിൽ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും അവരോടത് പറയുവാണ്, നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പ് അത് സേഫ് അല്ല, ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്കതറിയാം, പക്ഷേ എന്നെക്കൊണ്ട് അതിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല, ഞാൻ ശരിക്കും പെട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്ന് പലപ്പോഴും അവരത് പറയും. എന്നാൽ എന്തുകൊണ്ട് അവർ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നെന്ന് വെച്ചാൽ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ. ഇപ്പം ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം നാളെ ഞാൻ ഒറ്റയ്ക്കാവും. ആ ഒറ്റയ്ക്കാവുന്ന വേദനയെക്കാട്ടിലും ഭേദമാണല്ലോ ഈ റിലേഷൻഷിപ്പിൽ സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അവർ ചിന്തിക്കും. രണ്ടാമത് അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അവർ പലപ്പോഴും അവരുടെ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി ആവില്ല, ഡിസ്ഫങ്ഷനിലായിരിക്കാം. അപ്പോൾ ഒരു സെൽഫ് വർത്ത് എന്നൊക്കെ പറയുന്നത് ഡെവലപ്പ് ആകാതെ വരുന്ന വ്യക്തികളാവും. അപ്പം ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാലും സാരമില്ല, ഞാനത് അർഹതപ്പെട്ടവൻ, അല്ലെങ്കിൽ ഇത് ഞാൻ അർഹിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് എനിക്കിതിൽ കൂടുതൽ നല്ലൊരെണ്ണം കിട്ടാനില്ല, ഇത് തന്നെ എൻ്റെ വർത്തിനെക്കാട്ടിലും കൂടിയ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ സെൽഫ് വർത്ത് ഡൗണായി നിൽക്കുന്ന വ്യക്തികളും അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നിൽക്കും. പക്ഷെ നമുക്കെപ്പോഴും എനിക്ക് പറയാനുള്ള അഡ്വൈസ് ഇതാണ്, നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പ് യാതൊരു രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ല, ടോക്സിക് ആണ് നിങ്ങൾ അറിയുവാണെങ്കിൽ അതിൽ നിൽക്കേണ്ട ഒരു ആവശ്യം ആർക്കുമില്ല. നിങ്ങൾ ആ റൈറ്റ് സപ്പോർട്ട്, ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നതെന്നുള്ള പാറ്റേൺസ് ഒരു പ്രൊഫഷണലോട് സംസാരിച്ച് അതിലൂടെ മനസ്സിലാക്കുകയും എങ്ങനെ നിങ്ങൾക്ക് ഒന്നിലെ റിലേഷൻഷിപ്പിനെ സ്മൂത്തനായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയോ അതല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഇറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്.